ഞാനൊരു സാക്ഷിയിലേക്ക് കിടക്കട്ടെ. അതിൻ്റെ സമയം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച തലവേദനയാൽ ഭാരപ്പെടുന്നവർ കൈ പൊക്കണം എന്ന് ഒരു ദൂത് കർത്താവ് ദേവദാസൻ പറയുകയുണ്ടായി. ശരിക്കും എൻ്റെ ഭാര്യയ്ക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 7 മണി അത് 8 വീഴുമ്പോൾ തലവേദന, നല്ല തലവേദനയായിരിക്കും. ചെന്ന് കിടക്കും. വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നത് ഈ തലവേദനയോടും ഇത്രയും ജോലിയെല്ലാം ചെയ്യും. എല്ലാം ചെയ്തതിന് ശേഷം കിടക്കും. അപ്പം ഞാൻ എപ്പോൾ വേണ്ടി കിടക്കും. ഈ കഴിഞ്ഞ ദേവദാസൻ പറഞ്ഞതിനാണ് എല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ചു. ദേവദാസന്റെ സാന്നിധ്യത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചതിൻ്റെ അന്നും ഞാൻ വീട്ടിൽ ചെല്ലുകയാണ്. തുടർന്ന് ഞാൻ ചിലപ്പോൾ ഒരു 10-11 മണി കഴിച്ചു. അപ്പോഴൊരു വല്ലായ്മ കിടക്കും. അപ്പോൾ എനിക്കൊരു സങ്കടം. ഞാൻ പതുക്കെ അടുത്ത് ഉപയോഗിച്ചു, തലവേദന എങ്ങനെയുണ്ട്, ഇന്നും തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞു, ഞാൻ തലവേദന കൊണ്ട് കിടന്നതല്ല, തലവേദന വരുമെന്നുള്ളത് കൊണ്ട് അഡ്വാൻസായിട്ട് കിടന്നതാണ്. കാരണം ആ സമയമാകുമ്പോൾ വരുമല്ലോ, അതുകൊണ്ട് അഡ്വാൻസായി കിടന്നപ്പോൾ തലവേദന വന്നില്ല. വരാത്തതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു ഉറക്കം എണീറ്റപ്പോഴും തലവേദനയേ ഇല്ല. ആദ്യം കണ്ടിട്ടുള്ളത് പുകഞ്ഞു വരുമെന്ന് പറഞ്ഞു. കാരണം പുകഞ്ഞു വരുന്നതാണ് തുടക്കം. പക്ഷെ ഇന്നത്തെ ദിവസം ആ വൈകുന്നേരം, അതായത് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവകൃപ വ്യാപരിച്ചു. ഇവിടെ പ്രാർത്ഥിച്ച സമയം ദൈവത്തിന്റെ അത്ഭുതമായ കരം അവിടെ പ്രവർത്തിച്ചു. ആ സമയം കണ്ടത് പുകച്ചിൽ മാറി, തലവേദന മാറി. ഇന്ന് ഞാൻ അവരോട് ചോദിച്ചു, തലവേദന? അയ്യോ ഇല്ല, അതിനെ ഓർമ്മിപ്പിക്കരുതേ എന്നാണ്. രാഷ്ട്രം ദൈവങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ ഭാര്യയുടെ തലവേദന പൂർണ്ണമായി മാറി. ഇന്നവൾ സന്തോഷമൊക്കെയാണ്. പ്രാർത്ഥിച്ച ദേവദാസന്, വിശ്വാസികൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഭവനത്തിലെയും പ്രത്യേകമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ബ്രെയിനകത്തൊരു പ്രോബ്ലം കർത്താവിനെ കാണിക്കുന്നു. തലവേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. പുള്ളി പുറകിലിരുന്ന് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? താന് ഇവിടെ ഇരുന്നുകൊണ്ട് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ നെടുമങ്ങാട് വിടുതൽ നടന്നു. ഇതുവരെ ആ പ്രോബ്ലമിന് വന്നിട്ടില്ല. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയോ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയോ ആരെങ്കിലും ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുതകരമായിട്ട് ഈ ഹാളിനകത്ത് ഈ കൂട്ടായ്മയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്താൻ